വെൽക്കം ടു ഫുഡ് ഇൻഷി. ഇത് കണ്ടോ, അപ്പോൾ ഈ തിളക്കുന്നത് ഒരു ആടിൻ്റെ ബോട്ടിയാണ്. കണ്ടോ, ഒന്ന് തിളച്ചാൽ മതി. അത് ക്യാമറ ഓൺ ആയിട്ടില്ലായിരുന്നു. ഇത് ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടതാണ്. കണ്ടോ, വെള്ളം ഒന്ന് ഇങ്ങനെ തിളച്ച് വന്നാൽ തന്നെ ഇതൊക്കെ ഉണ്ട് പോരും. കണ്ടോ, അത്രേ വേണ്ടുള്ളൂ. ചിലർ 100 ഇടും. ഒന്നും വേണ്ട, തിളച്ച് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കണ്ടോ, ഇനി തീ ഓഫാക്കാം. നല്ലോണം തിളച്ച് വന്നാൽ അത് തന്നെ കൊണ്ട് പോരും. കണ്ടോ, ഞാനിത് ചൂടാറട്ടെ, എന്നിട്ടിത് എടുത്തിടുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ബോട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ എന്താ വലിയ പണിയൊന്നുമില്ല. ഇനി ഇതിനൊന്ന് ഒരു കത്തി വെച്ചിട്ട് ചെറുതാക്കിയിട്ടൊന്നിങ്ങനെ കത്തി കൊണ്ടിങ്ങനെ ഇതാക്കി കളഞ്ഞാൽ മതി. കണ്ടോ, ചുണ്ണാമ്പ് ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കണ്ടോ, വെറും ചൂടുവെള്ളത്തിലിട്ടാൽ മതി. കണ്ടോ, കണ്ടോ, ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നോട് 1-2 ആൾ പറഞ്ഞതാണ് ബോട്ടി എങ്ങനെ വൃത്തിയാക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. കണ്ടോ, ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം നമുക്ക്. ഇത് മൊത്തം ഞാൻ വൃത്തിയാക്കിയിട്ട് നോക്കാം നമുക്ക്. കണ്ടോ, അപ്പോൾ നല്ലൊരു വൈറ്റ് കളർ വരും. ഇതുപോലെ വൃത്തിയാക്കിയാൽ മതി. കണ്ടോ, ഇതുപോലെ കിട്ടും നമുക്ക്. ഇതുപോലെ കിട്ടും. കത്തി വെച്ചിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ വരും. കണ്ടോ, ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ മേലുണ്ടാവും കൂടെ കളഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കാം. നന്നായി വാഷ് ചെയ്തിട്ട് നമുക്കിത് വെക്കാം നോക്കാം. പിന്നെ ഇതിലൊരു സാധനം കൂടി ഉണ്ടാവില്ലേ, അത് നമുക്ക് ഇങ്ങനെ ഒരു കത്തി എടുത്തിട്ട്, കത്തിയോ അല്ലെങ്കിൽ ഈർക്കിലിയോ എന്തെങ്കിലും എടുത്തത്. കത്തിയാണ് സുഖം. ചിലപ്പോൾ ചെറിയ കത്തി ഉണ്ടെങ്കിൽ കണ്ടോ, അതേപോലെ ഒരു കത്തി എടുത്തിട്ട് ആ കത്തിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ പൊട്ടിച്ച് കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, അപ്പോൾ നല്ല വൃത്തിയായി വരും. ഇതുപോലെ ചെയ്താൽ മതി. ഒന്നും കൂടെ നോക്കാം നമുക്ക്. ഒരു കത്തി വെക്കുക. കണ്ടോ, കത്താതെ കത്തി ഇങ്ങനത്തെ അത് പൊളിഞ്ഞ് വരും. കണ്ടോ, ഒരു ഈർക്കിലുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി. അതിനൊക്കെയാണ് ചില കത്തി. അപ്പം നല്ലോണം പൊളിഞ്ഞിങ്ങ് വരും. കണ്ടോ, ഇനി ഇതൊക്കെ ഒന്ന് പീസാക്കാം നമുക്ക്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിലിട്ട് കണ്ടോ, ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി മരിഞ്ഞ് വരട്ടെ. കണ്ടോ, ഇതിനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വൃത്തിയാക്കി എടുക്കണേ. അപ്പം നല്ല വൃത്തിയാവും. നല്ല ഒന്ന് അടുപ്പത്തിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്താൽ മതി. കണ്ടോ, ഉപ്പിട്ടിട്ട് വാഷ് ചെയ്യണേ. സവാള നല്ല മുട്ടുന്നു. നമുക്ക് തക്കാളി ഇട്ടാം. ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ തന്നെ ഒരു തടം വെച്ചിട്ട് നന്നായി കഴിച്ചിരിക്കണം. ഈ തക്കാളി ഇതൊക്കെ നന്നായി ഒന്ന് വെന്ത് വച്ചതിൽ കിടന്നിട്ട്
ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അപ്പോൾ തന്നെ മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞളുടെ പൊടി, പിന്നെ കുരുമുളകും നല്ല ജീരകവും കൂടി പൊടിച്ചതാണ് ഇത്. കണ്ടോ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, രണ്ടും കൂടി പൊടിച്ചെടുത്തതാണ്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എല്ലാവരും ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം, കൂടുതൽ ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി, കണക്ക് പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് ചേർത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. നമുക്ക് വാഷ് ചെയ്ത് വെച്ച ബോട്ടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായി ചേർത്തെടുക്കാം. ഇത് ബോട്ടി കഴിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നന്നായി ചേർത്തെടുക്കാം. കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉണ്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, എന്നിട്ട് മൂടി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഇതിൽ തന്നെ വെള്ളം വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുക്കർ മൂടി കൊടുക്കാം. ഇത് വേവട്ടെ. വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ നമ്മൾ ബോട്ടി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് ചെറുപുളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ, സവാളൊക്കെ നന്നായി നോക്കുക. ചെറിയ ഉള്ളിയൊക്കെ നല്ല നോക്കി വരണം. ഉള്ളിയൊക്കെ നന്നായി നോക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി ചേർക്കാം. ഈ വെള്ളത്തിൽ വെച്ച് നന്നായി ഉണങ്ങി വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. നോക്കാം. അപ്പോൾ കണ്ടോ ഇതൊക്കെ നന്നായി വറ്റി എല്ലാം ഉണങ്ങി വന്നു. ഇതിന് നല്ല പൊറോട്ട, ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ നമ്മളിതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ വൃത്തിയാക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കട്ടെ. ബോട്ടി നമ്മൾ വീട്ടിൽ തന്നെ വൃത്തിയാക്കിയെല്ലാം ഉണ്ടാക്കുമ്പോൾ നല്ലതാണ്. കണ്ടോ ഞാൻ ചെയ്ത പോലൊക്കെ വൃത്തിയാക്കിയാൽ മതി. ബോട്ടിയൊക്കെ എല്ലാവരും വാങ്ങൂലേ? അപ്പോൾ അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യും വേണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.